നടി ഹണി റോസിന്റെ ലൈംഗിക അധിക്ഷേപ പരാതിയിൽ അറസ്റ്റിലായ വ്യവസായി ബോബി ചെമ്മണ്ണൂർ ഹൈക്കോടതിയിൽ നിന്ന് ജാമ്യാപേക്ഷ സമർപ്പിക്കാൻ സാധ്യതയുണ്ട്. ജില്ലാ കോടതിയിൽ തിരിച്ചടി ഉണ്ടാകുമെന്ന വിലയിരുത്തലിലാണ് നേരിട്ട് ഹൈക്കോടതി സമീപിക്കുന്നത്. കേസിൽ നിർണായകമായത് നടി ഹണി റോസിന്റെ രഹസ്യമൊഴിയെന്ന് കൊച്ചി DCP അശ്വതി ജിജി 24നോട് പറഞ്ഞു. പരാതിയിലെല്ലാം ഉണ്ട്. അപ്പോൾ അതിനനുസരിച്ചാണ് നമ്മൾ സെക്ഷനും ഇട്ടത്. ബാക്കി പ്രതി ഒരിക്കലും സമ്മതിക്കില്ലല്ലോ ഞാൻ ചെയ്തു എന്നുള്ളത്. സ്റ്റേറ്റ്മെൻറ്റിലുണ്ടല്ലോ. ജയിലിലാണ്. അപ്പോൾ ഇൻവെസ്റ്റിഗേഷന് ബാക്കി പ്രൊസീജിയർ നമ്മൾ കംപ്ലീറ്റ് ചെയ്യും. കൊച്ചിയിൽ നിന്ന് ശ്രീകാന്ത് തത്സമയം ചേരുന്നു. ശ്രീകാന്ത്, യഥാർത്ഥത്തിൽ ഈ ബോബി ചെമ്മണ്ണൂരിൻ്റെ ജാമ്യാപേക്ഷ ഹൈക്കോടതിയിൽ വരുമെന്ന് ഏതാണ്ട് ഉറപ്പായോ? ഗുഡ് മോർണിംഗ് എസ് കെ എൻ. ബോബി ചെമ്മണ്ണൂരിൻ്റെ ജാമ്യാപേക്ഷ ഹൈക്കോടതിയിലേക്ക് തന്നെ എന്നുള്ളതാണ് നമുക്കിപ്പോൾ കിട്ടുന്ന വിവരം. കാരണം ജില്ലാ പ്രിൻസിപ്പൽ സെഷൻസ് കോടതിയിലേക്കോ മറ്റോ ഈ കേസ് പോയാൽ ജാമ്യത്തിനുള്ള സാധ്യത അത് വീണ്ടും നീളും എന്നുള്ളതാണ് അവർ കരുതുന്നത്. തൽക്കാലം ഹൈക്കോടതിയിലേക്ക് തന്നെ പോവുക എന്നുള്ളതാണ് ഇപ്പോൾ അവരുടെ അഭിഭാഷകർ ഈ ഘട്ടം വരെയും തീരുമാനിച്ചിരിക്കുന്നത്. രാവിലെ തന്നെ ഈ സംഭവവുമായി ബന്ധപ്പെട്ട് സ്പെഷ്യൽ മെൻഷനിങ്ങിലൂടെ അല്ലെങ്കിൽ അവിടെ ഫ്രഷ് പെറ്റീഷൻ ഫയൽ ചെയ്തു നേരെ കോടതിയിൽ ഇത് കേസ് വരുത്തിക്കുക എന്നുള്ളതാണ് അവരുടെ ഉദ്ദേശം. നിലവിൽ കഴിഞ്ഞ ദിവസം അദ്ദേഹത്തിന് വേണ്ടി ഹാജരായ ബോബി ചെമ്മണ്ണൂരിന് വേണ്ടി ഹാജരായ അഭിഭാഷക സംഘം തന്നെയായിരിക്കും ഹൈക്കോടതിയിലും ഹാജരാകാൻ പോകുന്നത്. കഴിഞ്ഞ ദിവസം കോടതി ഈ ഹർജി തള്ളാൻ, ഇദ്ദേഹത്തിൻ്റെ ജാമ്യ ഹർജി തള്ളാൻ കാരണമായ കാര്യങ്ങളൊക്കെ തന്നെ വിശദമായി വിലയിരുത്തിയ ശേഷമായിരിക്കും ഹൈക്കോടതിയിലേക്ക് പോകുന്നത്. ഇന്ന് തന്നെ ഹർജി പരിഗണിക്കണം എന്നുള്ളതാണ് ആവശ്യപ്പെടാൻ പോകുന്നതും. കഴിഞ്ഞ ദിവസം മജിസ്ട്രേറ്റ് കോടതി പറഞ്ഞത് പ്രഥമ ദൃഷ്ട്യാ കേസ് നിലനിൽക്കും എന്നുള്ളതാണ്. ഒപ്പം തന്നെ അദ്ദേഹത്തിൻ്റെ പരാമർശങ്ങൾ അത് ലൈംഗിക ചുവയോടെയുള്ളതായിരുന്നു എന്ന് കോടതി കണ്ടെത്തുകയും ചെയ്തിരുന്നു. അത് പ്രാഥമികമായ വിലയിരുത്തൽ കൂടിയാണ് കോടതിയുടെ. ഈ പശ്ചാത്തലത്തിലാണ് ഇനി തൽക്കാലം ജില്ലാ കോടതിയിലേക്ക് നീങ്ങേണ്ടതില്ല എന്ന് അവരുടെ അഭിഭാഷക സംഘം തീരുമാനിച്ചതെന്നാണ് മനസ്സിലാകുന്നത്. ഇതുവരെയും ഹൈക്കോടതി എന്ന കാര്യം തന്നെയാണ് നമുക്ക് കിട്ടുന്ന വിവരവും. ശ്രീകാന്താണ് വിവരങ്ങൾ നൽകിയത്.